ഹലോ എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയൽസിലെ സീറോസ് ഓഫ് എ പോളിനോമിയൽ അതുപോലെ റൂട്ട് ഓഫ് എ പോളിനോമിയൽ ഇക്വേഷൻ ഇതൊക്കെയാണ് നോക്കുന്നത്. പിന്നെ എങ്ങനെ സീറോസ് കണ്ടുപിടിക്കാം ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പോളിനോമിയൽസിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും പിന്നെ ഡിഗ്രി ഓഫ് എ പോളിനോമിയൽ ഡിഗ്രി വെച്ചിട്ട് എങ്ങനെയാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതൊക്കെ നോക്കിയിട്ടുണ്ടായി. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൻ്റെ ലിങ്ക്. ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. Zeros of a polynomial. A zero of a polynomial p of x is a number c such that p of c equal to 0. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? നമുക്കൊരു പോളിനോമിയൽ ഉണ്ട് p of x. ഇനി ആ എക്സിൻ്റെ പ്ലേസിൽ നമ്മളൊരു നമ്പർ c ഇട്ട് കൊടുത്തു. അപ്പോൾ p of x ഇപ്പോൾ എന്തായി? p of c ആയി. ഇനി ആ എക്സിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ c ഇട്ട് കൊടുത്തിട്ട് ഫൈനലി വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ 0 കിട്ടണം. നമ്മുടെ 1ൻ്റെ ബാക്കിലുള്ള 0 ഇല്ലേ, ആ 0 കിട്ടുവാണെങ്കിൽ ഈ സി എന്ന് പറയുന്ന ഈ നമ്പറിനെ നമ്മൾ പറയും സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് കൺസിഡർ ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1. നമുക്കൊരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിൽ നമുക്ക് റാൻഡമായിട്ട് ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സിന് 0 ഇട്ട് കൊടുക്കാം. അപ്പോൾ പുട്ട് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ പി ഓഫ് എക്സ് എന്താവും? P of 0 equal to x minus 1. അവിടെ എക്സിന് വരെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 0 മൈനസ് 1 ഈക്വൽ ടു -1. ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 0 ആണല്ലേ, പക്ഷെ ഇവിടെ കിട്ടിയത് -1 ആണ്. പിന്നെ നമുക്ക് അടുത്ത വാല്യൂ ഇട്ട് കൊടുക്കാം. പുട്ട് എക്സ് ഈക്വൽ ടു 1. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്താവും? പി ഓഫ് 1 ആവും. ഇനി എക്സിൻ്റെ പ്ലേസിൽ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 കിട്ടി. അത് എന്തിട്ട് കൊടുത്തപ്പോഴാണ് കിട്ടിയത്? ഈ 1 ഇട്ട് കൊടുത്തപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? therefore 1 ഈസ് എ സീറോ ഓഫ് പി ഓഫ് എക്സ്. Root of the polynomial equation. Consider the polynomial p of x is equal to x minus 1. 1 is a zero of p of x. ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ഇനി ഇവിടെ വി സേ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഈസ് എ പോളിനോമിയൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഇക്വാലിറ്റി സൈൻ വന്നു. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനാണ്. ഇവിടെ ഒരു ഇക്വാലിറ്റി സൈൻ വന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വന്നു, റൈറ്റ് ഹാൻഡ് സൈഡ് വന്നു. അപ്പോൾ ഇയാൾ എന്തായി? പോളിനോമിയൽ ഇക്വേഷനായി. ആൻഡ് 1 ഈസ് ദി റൂട്ട് ഓഫ് ദി പോളിനോമിയൽ ഇക്വേഷൻ പി ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 1നെ നമ്മൾ പറയുന്ന പേര് റൂട്ട് എന്നാണ്. അവിടെ പി ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ആയിരുന്ന സമയത്ത് നമ്മൾ 1നെ പറഞ്ഞ പേര് 0 എന്നാണ്. പി ഓഫ് എക്സ് പോളിനോമിയൽ ഇക്വേഷൻ ആയപ്പോൾ 1 എന്ന് പറയുന്നത് റൂട്ടാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താൽ മതി. പോളിനോമിയൽ ആണെങ്കിൽ 0 എന്ന് പറയും, പോളിനോമിയൽ ഇക്വേഷൻ ആണെങ്കിൽ റൂട്ട് എന്ന് പറയും. അത്രയേ ഉള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ വെദർ ദി ഫോളോയിങ് ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ് ദം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 3x പ്ലസ് 1 എക്സ് ഈസ് ഈക്വൽ ടു 1/-3. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ നമ്മൾ പി ഓഫ് എക്സിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു 3x പ്ലസ് 1 തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1/xന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/-3. പി ഓഫ് 1/-3 ഈക്വൽ ടു 3 ഇൻറ്റു 1/-3 പ്ലസ് 1 ഈക്വൽ ടു ഈ രണ്ട് 3യും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 3 ഉണ്ട്. അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്തല്ലേ. അപ്പോൾ 1/-1 പ്ലസ് 1 ഈക്വൽ ടു -1 പ്ലസ് 1 ഈക്വൽ ടു 0. അപ്പോൾ പി ഓഫ് 1/-3 ഈക്വൽ ടു 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 1/-3 ഈസ് എ സീറോ ഓഫ് പി ഓഫ് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ വെരിഫൈ വെദർ ദി ഫോളോയിങ് ആർ സീറോസ് ഓഫ് ദ പോളിനോമിയൽ ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ് ദം. അതിലടുത്ത ക്വസ്റ്റ്യൻ ആണ് ബി. പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5x മൈനസ് 5 എക്സ് ഈസ് ഈക്വൽ ടു 4/5. അപ്പോൾ പി ഓഫ് എക്സ് എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 5. ഇനി നമുക്ക് പി ഓഫ് 4/5
ഈക്വൽ ടു 5, എക്സിന് പകരം 4/5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, മൈനസ് പൈ. ഇനി ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 5 ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പം 4 മൈനസ് പൈ. അപ്പോൾ പി ഓഫ് 4/5 എന്ത് കിട്ടി? 4 മൈനസ് പൈ. അപ്പോൾ 4/5 എന്താണ്? 0 അല്ല. 0 ആവണമെങ്കിൽ ഈ 4 മൈനസ് പൈ എന്നുള്ള പൊസിഷനിൽ എന്താ വരേണ്ടത്? 0 വരണം. അപ്പോൾ നമുക്ക് എഴുതാം 4/5 ഈസ് നോട്ട് എ സീറോ ഓഫ് പി ഓഫ് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സീറോ ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 5. ഇവിടെ നമുക്ക് സീറോ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പോളിനോമിയലിൻ്റെ സീറോ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നതിന് ഈക്വലാണ്. അപ്പോൾ നമ്മുടെ പോളിനോമിയൽ എന്താണ്? പി ഓഫ് എക്സ്. അപ്പോൾ പോളിനോമിയൽ ഇക്വേഷൻ എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതിനെ ഇനി എങ്ങനെ എഴുതാം? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x + 5 ഈക്വൽ ടു 0, വിച്ച് ഇംപ്ലൈസ് 2xനെ അവിടെ തന്നെ നിർത്താം, 5നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പം -5. ഇനി എക്സിനെ അവിടെ തന്നെ നിർത്താം, ഈ കൂടുതലുള്ള 2നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ അതെന്താവും? ഡിവിഷൻ ആവും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു -5/2. അപ്പോൾ -5/2 ആണ് എന്ത്? സീറോ ഓഫ് പി ഓഫ് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി സീറോ ഓഫ് ദി പോളിനോമിയൽ പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു cx + d, c നോട്ട് ഈക്വൽ ടു 0, c d ആർ റിയൽ നമ്പേഴ്സ്. അപ്പോൾ പോളിനോമിയലിൻ്റെ സീറോ കണ്ടുപിടിക്കുന്നത് സെയിം ആസ് പോളിനോമിയൽ ഇക്വേഷൻ്റെ റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്തെഴുതാം? പി ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇതാണ് പോളിനോമിയൽ ഇക്വേഷൻ. അപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? cx + d ഈക്വൽ ടു 0. അപ്പോൾ എന്തെഴുതാം? cx is equal to ഈ ഡിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകും, അപ്പോൾ -d. ഇനി x is equal to ഈ ലെഫ്റ്റിലുള്ള സിനെ റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡിവിഷൻ ആവും, അപ്പോൾ -d/c. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താണ്? -d/c. അപ്പോൾ പി ഓഫ് എക്സിൻ്റെ സീറോ എന്താണ്? -d/c ഈസ് എ സീറോ ഓഫ് പി ഓഫ് എക്സ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. എ നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ ഹാസ് നോ സീറോ. അപ്പം നോൺ സീറോ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ, ഇപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് 5 എന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ 5 എന്ന് പറയുന്നത് ഒരു നോൺ സീറോ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പോളിനോമിയലാണ്. ഇതിന് സീറോ ഒന്നും ഇല്ല. അടുത്തത്, എവറി റിയൽ നമ്പർ ഈസ് എ സീറോ ഓഫ് ദി സീറോ പോളിനോമിയൽ. അപ്പോൾ നമ്മുടെ സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഏതാ? സീറോ. ഇനി ഈ സീറോ എന്ന് പറഞ്ഞ പോളിനോമിയലിൻ്റെ സീറോസ് ഏതൊക്കെയാണ്? എല്ലാ റിയൽ നമ്പറും അതിൻ്റെ സീറോ ആയിട്ട് എടുക്കാം. അടുത്തത്, എവരി ലീനിയർ പോളിനോമിയൽ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ സീറോ. അതായത് ഇപ്പം നമ്മുടെ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് AX + B എന്ന് എടുക്കാമെന്ന് വിചാരിക്കാം. ഇനി ഈ ഇതിന് ആകെ ഒരേ ഒരു സീറോയോ ഉള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ AX + B ഈക്വൽ ടു 0 അല്ലേ? നമ്മൾ പോളിനോമിയലിനെ സോൾവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? പോളിനോമിയൽ ഇക്വേഷൻ എടുത്തിട്ട് ആണ് സോൾവ് ചെയ്യുക. അപ്പോൾ AX + B ഈക്വൽ ടു 0 കൊടുത്തു. ഇനി AX ഈസ് ഈക്വൽ ടു B റൈറ്റിലേക്ക് പോകുമ്പോൾ -b, x ഈസ് ഈക്വൽ ടു -b/a. അപ്പോൾ എക്സിന് ആ കൂടെ ഒരു വാല്യൂ ഉള്ളൂ, -b/a. അതാണ് പറയുന്നത് എവരി ലീനിയർ പോളിനോമിയൽ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ സീറോ. അടുത്തത്, എ പോളിനോമിയൽ ക്യാൻ ഹാവ് മോർ ദാൻ വൺ സീറോ. ഇപ്പോൾ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ലീനിയർ ആവണമെന്നൊന്നുമില്ല അല്ലേ? അത് ക്വാഡ്രാറ്റിക് ആവാം, ക്യൂബിക് ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ലീനിയർ അല്ലാത്ത പോളിനോമിയലിനെല്ലാം മോർ ദാൻ വൺ സീറോ ഉണ്ടാവും.